ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നല്ലോ. ഏതായാലും ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ഒക്കെ തീതുപ്പുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുൽദീപ് യാദവും പൊളിച്ചടുക്കിയ ബൗളിംഗ് പ്രകടനം നടത്തുകയാണ്. തീർച്ചയായിട്ടും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ടീം ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ശക്തമായ ലീഡ് പിടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമ്മളൊക്കെ ഏറെ കാത്തിരിക്കുന്ന IPL മിനി ഓപ്ഷൻ നാളെ നടക്കാൻ പോവുകയാണല്ലോ. ഇതുവരെ ഒഫീഷ്യലായിട്ട് 2 ട്രേഡുകൾ മാത്രമാണ് നടന്നതെങ്കിൽ കൂടി പല വമ്പൻ താരങ്ങളെയും റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഏതായാലും ഇതുവരെ നടന്ന ട്രേഡുകളിലേക്ക് വിശദമായിട്ടൊന്ന് വരികയാണെങ്കിൽ ഷെർഫൈൻ റുദർഫോർഡിനെയും ഷർദുൽ താക്കൂറിനെയും മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തവണത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റിയത് സഞ്ജു സാംസണും രവീന്ദ്ര ജഡേജയും തമ്മിലുള്ള ഒരു സ്വാപ്പ് ഡീൽ ട്രേഡ് തന്നെയാണല്ലോ. അതെ, തീർച്ചയായിട്ടും ക്രിക്കറ്റിനെ ശ്വാസമായി കാണുന്ന ഒരു രാജ്യത്തിന്റെ സ്പോർട്സ് സർക്കിളുകളിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു മലയാളിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇനി CSKയുടെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതും. ബാക്കിയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു തന്നെയാണ് പുറത്തേക്ക് വരുന്ന സകല വിവരങ്ങളും. ഏതായാലും ഇത്തവണത്തെ മിനി ഓപ്ഷനിൽ ഏറ്റവും അധികം പ്രധാനമായിട്ടും സൂപ്പർ താരങ്ങളെ ഒഴിവാക്കാൻ പോകുന്ന ടീമുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. തീർച്ചയായിട്ടും CSKയിലേക്ക് വരികയാണെങ്കിൽ അവർ വലിയ പണികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിന്റെ കാരണം എല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ സീസണിൽ അവരുടെ ബാറ്റിംഗ് ഓർഡർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഇത്തവണ അവർ തീർച്ചയായിട്ടും ഡെവോൺ കോൺവേ, ദീപക് ഹൂഡ, വിജയ് ശങ്കർ, രാഹുൽ ത്രിപാഠി പോലെയുള്ള താരങ്ങളെയൊക്കെ റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. രവീന്ദ്ര ജഡേജയും സഞ്ജു സാംസണും തമ്മിലുള്ളത് ഒരു സ്വാപ്പ് ഡീൽ ആണെന്നുള്ള കാര്യം മറക്കേണ്ടതില്ല. ഏതായാലും ഈ 4 താരങ്ങളെ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ചെന്നൈക്ക് 11.5 കോടി അവരുടെ പോക്കറ്റിലേക്ക് വരും എന്നുള്ളതും ശ്രദ്ധേയമാണ്. DCയിലേക്ക് വരികയാണെങ്കിൽ അവരും ചില വമ്പൻ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ESPN ക്രിക്കറ്റ് അടക്കമുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള മാധ്യമങ്ങൾ അത്തരം വാർത്തകൾ പുറത്തേക്ക് വിടുന്നുമുണ്ട്. അതെ, ഒന്നാമത്തേത് അവരുടെ വൈസ് ക്യാപ്റ്റനായിരുന്ന ഫാഫ് ഡു പ്ലസിസിനെ അവർ റിലീസ് ചെയ്തേക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്സ്. അതേപോലെ ജെയ്ക് ഫ്രേസർ മഗൂർക്കിനെയും DC ഒഴിവാക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഇതിന് പുറമെ GTയിൽ നിന്നും ജെറാൾഡ് കോഡ്സി, അതേപോലെ KKRൽ നിന്നും വെങ്കടേഷ് അയ്യർ, SRHൽ നിന്നും ഹെൻറി ക്ലാസൻ പോലെയുള്ള താരങ്ങളെയും റിലീസ് ചെയ്യുമെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരം അപ്ഡേറ്റ്സുകളും റൂമറുകളും ഒക്കെ ഒരുപാട് പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം നാളെ നടക്കാൻ പോകുന്ന വമ്പൻ ട്രേഡ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി തന്നെ. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ്